ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ദിവാലി. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാകിസ്ഥാൻ്റെ അണ്ണാക്കിലല്ല, അന്നനാളത്തിൽ കൊണ്ട് സിന്ദൂരത്തിലകം ചാർത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. അപ്പം അതിൽ താണ്ടി ഞാനിവിടെ സൈഡിലോട്ട് 2 ഫോട്ടോ എടുക്കാം. ഈ 2 യുവതികളാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. സോ സ്ത്രീകളെയൊക്കെ ആണെങ്കിൽ വീട്ടിൽ അടച്ചിടണമെന്നും അല്ലെങ്കിൽ പുറത്തോട്ട് ജോലിക്ക് വിടാൻ പാടില്ല, അന്യ പുരുഷനുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അതൊക്കെ വലിയ മഹാ അപരാധങ്ങളായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ തളച്ചിടാൻ ശ്രമിക്കുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. ഇന്ന് ഈ 2 യുവതികളാണ് നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പോഴും ഉള്ളിലുള്ള വിഷവും കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളത് മാത്രം ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോകാം. വേടനാണ് വിഷയം. വേടനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു ഇടുക്കിയിൽ നടന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംസാരിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒരു പൂക്കി മെസ്സേജ് അയച്ചു. പൂക്കി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് ഇപ്പോഴത്തെ ജെൻസി പെൺകുട്ടികളെയൊക്കെ അറിയപ്പെടുന്നത് പൂക്കി എന്ന അപരനാമത്തിലാണ് പല ആൾക്കാരും അറിയപ്പെടുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പൂക്കി എനിക്ക് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു. എൻ്റെ ഇൻസ്റ്റയിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണെങ്കിൽ കൊള്ളാമെന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത സാധനം എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ചേട്ടൻ ഇന്ന ജാതിയാണല്ലേ, ഇങ്ങനെ ഒരു ജാതിയുടെ പേര് വന്നിട്ട് ഇന്ന ജാതിയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എൻ്റെ രേഖകളിലൊക്കെ എൻ്റെ ജാതി അതാണ്, പക്ഷേ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ഞാനൊരു മനുഷ്യനായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തി, എനിക്ക് ജാതി മതം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇല്ല കേട്ടോ, എനിക്ക് കണ്ടപ്പോൾ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇന്ന ഇതാണല്ലേ, ഞാൻ ഇന്ന ഇതാകട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാതി സംസാരിക്കുകയാണ്. ഒരു പൂക്കി വന്നിട്ട് ജാതി സംസാരിക്കുക എനിക്ക് കണ്ടിട്ട് ഭയങ്കര ആശ്ചര്യം തോന്നിപ്പോയി. കാര്യം ഈ ജനറേഷനിലുള്ള ആൾക്കാരും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇതിവിടെ സംസാരിക്കാൻ പറ്റിയൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കോണ്ടന്റ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ MG ശ്രീകുമാർ വേടനെക്കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മളത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷമാണെങ്കിൽ ഇപ്പം നമ്മുടെ MG ശ്രീകുമാർ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ പരാമർശം വളച്ചൊടിച്ചു, വേടൻ നല്ല ജനപ്രീതിയുള്ള ഗായകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വളച്ചൊടിച്ചാണ്. എൻ്റെ കമൻറ്റ് ബോക്സിലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വളച്ചൊടിച്ചാണെന്ന്. ഇവിടെ വളച്ചൊടിച്ചതോ കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ കാണുന്ന സമയത്തേക്ക് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ആ കാര്യങ്ങളെ നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്. അപ്പം ഈ ഒരു യൂട്യൂബിലെ റിയാക്ഷൻ ബ്ലോഗർ ആ ഒരു നീഷിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ആൾക്കാരെ എല്ലാം നമ്മൾ അറിയേണ്ടതാണ് കാര്യം. നമുക്ക് ഓരോ ദിവസം അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം, ഓരോ കണ്ടന്റ് വരുന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതൊക്കെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു കള്ളമാണ്. കാര്യം നമ്മൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കും. കാര്യം ഞാൻ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10-40 വർഷത്തോളം ഈ ഒരു സംഗീത മേഖലയുള്ള അദ്ദേഹത്തെ പോലുള്ള അതുല്യ കലാകാരനൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു കലാകാരൻ അല്ലെങ്കിൽ വേടനെ പോലെ ഒരു കലാകാരനെ അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം, ഇപ്പം ഒരു കലാകാരനെ അറിയില്ല എന്ന് പറഞ്ഞ അത്ര വലിയ മഹത്തായ തെറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത്, എനിക്ക് വേടനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ആ ഒരു കാര്യത്തിൽ വന്നിട്ട് അഭിപ്രായം സംസാരിക്കാൻ അദ്ദേഹം വന്നേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്കിപ്പോൾ വിയോജിപ്പ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പം വേടനെ എനിക്ക് അറിയത്തില്ല, പക്ഷേ വേടൻ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ മോശം, വേടൻ്റെ പരിപാടി കണ്ടില്ല, പക്ഷേ വേടൻ ചെയ്തേക്കുന്ന മോശമാണ്. എന്താണ് ഒരു ഏക്കേതാ ബുക്കേതെന്ന് പോലും അറിയാതാണ് അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിരിക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു മാറ്റം പറഞ്ഞിട്ട്, അതായത് വേടൻ നല്ല ജനപ്രീതിയുള്ള ഗായകൻ എന്നൊക്കെ പുള്ളി മാറ്റി പറയാനുള്ള ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വാർഷിക പരിപാടിയോട് അനുബന്ധിച്ചാണെങ്കിൽ വേടൻ അവിടെ വന്നേക്കുന്ന കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനത് ഒന്നുകൂടെ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ആ വേടൻ്റെ പരിപാടി കാണാൻ വന്നേക്കുന്ന ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഒരു നിന്ന് തിരിയാൻ പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ അല്ലേ. തൃശ്ശൂർ പൂരത്തിന് പോലും ഇത്രയും തിരക്കുണ്ടെന്നുള്ള, അതുപോലെ അതിന് വളരെ സമാനമായിട്ടുള്ള രീതിയിലാണ് ഇത്രയും തിരക്ക് കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ നേരിട്ട് വേടനെ കാണാൻ ഇത്രയും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പം സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ ആൾക്കാരായിരിക്കും വേടനെ ഇഷ്ടപ്പെടുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം MG ശ്രീകുമാറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും അങ്ങനെ അറ്റാക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരെ പോയില്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നേക്കാം. അല്ലെങ്കിൽ സ്വയമേ തോന്നിട്ട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടനെ ഇങ്ങനെ കുരിശി തറച്ചതും ഒരേ ആൾക്കാർ കുരിശിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കിയിട്ട് എല്ലാവരുടെ മുന്നിൽ പൊക്കി കാണിക്കുന്നതും ഇതേ ആൾക്കാരെന്നുള്ള രീതിയിലാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി. എന്താണെന്ന് നമുക്ക് സഖാക്കന്മാർ എന്താ കാണിച്ചിരിക്കുന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. വേടം വരുമ്പോഴത്തേക്കും അവരൊരു അനൗൺസ്മെന്റ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. സർക്കാരിന്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന മഹാജനസാഗരത്തിന് നടുവിലേക്ക് മലയാളത്തിന്റെ പ്രിയങ്കരനായ ഗായകൻ റാപ്പ് മ്യൂസിക്കിലൂടെ ശ്രദ്ധേയനായ കേരള ജനതയുടെ ഐക്യദാർഢ്യം ഏറ്റുവാങ്ങിയ യുവാക്കളുടെ വിദ്യാർത്ഥിയുടെ ഹരമായി മാറിയ പ്രിയങ്കരനായ വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വേടൻ പോച്ചടിച്ച കാര്യത്തിലൊന്നും നമ്മളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് വേടൻ തന്നെ ആണെങ്കിൽ ഒന്നൊരു തിരുത്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ഒരു പുലിപ്പല്ലിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്ന സമയത്താണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സഖാക്കന്മാരുടെ കഴിഞ്ഞ MV ഗോവിന്ദനൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കേരള ജനത ഇത് ഒരിക്കലും അംഗീകരിക്കില്ല, വേടനെതിരെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നതിന് ശേഷം അവിടെ ഇവിടെ കുറച്ച് പ്രതികരണങ്ങൾ കണ്ടു എന്നുള്ളതല്ലാതെ അതിന് മുന്നേ എവിടെ ഇവരെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പരിപാടിക്കകത്ത് വേടൻ അത്യാവശ്യം നല്ല
ക്രൗഡ് പുള്ള് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഈ ഒരു സാഹചര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു സഹാക്കന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വേടന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പം നിങ്ങൾ പല ആൾക്കാരും എന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുത്തുമായിരിക്കും. അങ്ങനെ ഒന്നും ആരും ചെയ്തേക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായവില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്നെ കൊണ്ട് പെടുത്തിയേക്കരുത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വേടൻ വന്നതിന് ശേഷം പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി ഇങ്ങോട്ട് വെക്കാം. കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിട്ടുള്ളത്. വേടൻ എന്നൊരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി. ഈ വാക്കുകൾ ഇവിടെയുള്ള എത്ര കലാകാരന്മാർ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പം സമൂഹത്തിലാണെങ്കിൽ ഇപ്പം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുന്ന രീതിയിലുള്ള കുറച്ച് അതുല്യ കലാകാരന്മാരുണ്ട്. അവരുടെ ആയ കാലത്ത് പോക്സോ കേസിൽ വരെ അന്ന് പോക്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചു കുട്ടികളെ വരെയാണെങ്കിൽ അത്രത്തോളം ക്രൂരമായിട്ട് റേപ്പ് ചെയ്തിരിക്കുന്ന കുറേ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ അതുല്യ കലാകാരമായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പലർക്കും അറിയുന്നുണ്ടായിരിക്കും അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പം അവർ പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വേടൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിച്ചപ്പോൾ വേടൻ വന്ന് ചെയ്തേക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ആ ഒരു MG ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം പലരും മദ്യപിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുപോലല്ല വേടനൊക്കെ ചെയ്യുന്നതൊക്കെ ഉള്ളൊരു സാധനം അടിച്ചല്ലോ. അപ്പം അവർ പോലും ചെയ്ത് ഇപ്പം ഈ റീസെൻ്റ്ലി ഇറങ്ങിയിരുന്ന ഷൈൻ ടോം ചാക്കോട് അവരുടെ കേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയാണെങ്കിൽ അവരെവിടെയും വന്നിട്ട് ഇങ്ങനൊരു കാര്യം അവരെവിടെയും സംസാരിച്ചില്ല. അപ്പം അവിടുന്ന് അത്രത്തോളം വേടനെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ് കാര്യം. എനിക്കൊരു തെറ്റ് പറ്റി, നിങ്ങളാരും ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം. വേടൻ നീ അത് മുന്നോട്ട് അത് കീപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആണെങ്കിൽ അത് നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനൊരു കാര്യം പബ്ലിക്കിൽ തുറന്ന് പറയാൻ കാണിച്ചൊരു മനസ്സ് അത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഏതൊരു കലാകാരനും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തന്റെ അമ്മയെ കുറിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതോടെ ഇങ്ങോട്ട് വെക്കാം. ഒരു കവിത ചൊല്ലട്ടെ. എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത ചൊല്ലട്ടെ. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാടും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ല് പോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പസിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ, ഇത് കേക്ക് പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. ചെറുപ്പത്തിലെ ആ ഒരു വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തെ പറ്റിയിട്ട് വളരെ തീക്ഷ്ണമായിട്ടുള്ള വരികളിലൂടെയാണ് വേടൻ ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് വേടൻ്റെ ആ ഒരു കാമുകിയായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിഷ് ആയല്ലോ. അപ്പം ആ ഒരു കാമുകി വെളുത്തയാണ്, അപ്പം വെളുമ്പിയാണ് ഇവൻ കിട്ടിയേക്കുന്നത്. അപ്പം ഇവൻ ഈ പറയുന്ന പാട്ടിൽ മാത്രം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് അവൻ്റെ മനസ്സിൽ അവന് വെള്ളയോടാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വൾഗറായിട്ടുള്ള കുറേ കമൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിച്ചു. സോ ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇപ്പം വേടൻ ഇപ്പം ഇങ്ങനെ കറുപ്പിനെതിരെ ഉണ്ടായിരുന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുമ്പോൾ വേടൻ കല്യാണം കഴിക്കുന്നത് പ്രണയിക്കുന്നത് വെളുപ്പിയായിരിക്കണം അല്ലെങ്കിൽ കറമ്പിയായിരിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. അതൊരാളുടെ സ്വന്തം താല്പര്യമാണ്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് എവിടെ നിർബന്ധം അല്ലെങ്കിൽ അങ്ങനത്തെ നിയമമൊന്നുമില്ല. ഇപ്പം ഈ വേടൻ കളർ നോക്കിയിട്ടാണ് ഞാൻ പ്രണയിച്ചത് എന്ന് എവിടെയും വേടൻ വന്ന് സംസാരിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം അതിനകത്ത് എണ്ണ കറുമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോണോലോവ എന്ന് പറയുന്ന ആ ഒരു പാട്ട് മക്കളെ എന്നാ വരികളാണ് ഇത്. നമ്മുടെ ഈ മഹാകവി വള്ളത്തോളൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ ഒരു ന്യൂ ജനറേഷൻ വെർഷനാണ് വേടൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കവിതകളൊക്കെയാണ് പണ്ടത്തെ കൂട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു മൂഡിലൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷെ അതിനെ എല്ലാ ആൾക്കാരിലോട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലായിട്ട് മാറ്റാനെ കൊണ്ട് വേടൻ്റെ ഈ ഒരു വരികൾ അത് റാപ്പ് രീതിയിൽ എത്തിച്ചപ്പോഴത്തേക്കിന് ആൾക്കാരിലോട്ട് അത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളതാണ്. സോ ആ ഒരു എണ്ണക്കറമ്പി എന്നിട്ട് ആ ഒരു പൊട്ട് തൊട്ട് അഴുക്ക് ചാലിൽ നിന്ന് എടുത്ത എന്തോ മാണിക്യത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാ വരികളാണ് അതൊക്കെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് കുറേ ആൾക്കാർ ഇതിനകത്ത് ഓക്കെ വേടൻ പ്രേമിച്ചത് വെള്ളം അതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് എങ്ങനെ ഹേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇപ്പോൾ വേടൻ പറഞ്ഞേക്കുന്ന ഈ ഒരു ജാതിയുടെ ആണെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, സവർണൻ അവർണൻ ഈ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് പബ്ലിക്കിൽ ഒരു റോഡിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടത്. ഞാൻ ജസ്റ്റ് അതിങ്ങോട്ട് വീഡിയോ പ്ലേ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അധിക്ഷേപം കാര്യങ്ങളൊക്കെ.
നമ്മൾ സംസാരിക്കാറില്ല കാര്യമില്ല. നിന്നെ ഒഴിവാക്കൂല, നീ മുതല് പെലേൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അങ്ങ് വിളിച്ചിങ്ങനെ ഈ ആക്ഷേപവും കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ? എന്തെന്നാണ് ഇതൊക്കെ? ഇത് നമ്മുടെ കേരളത്തിലാണ് വളരെ എന്താ പറയുക 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന ഇതേ കേരളത്തിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലേ, അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചാൽ ഒരു പൂക്കി ഒന്ന് ചോദിക്കുകയാണ്, ചേട്ടൻ ഇന്ന ജാതിയല്ലേ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം എന്താണ്? ഞാനിങ്ങനെ എനിക്ക് ഇപ്പോഴും ആ ഒരു വണ്ടർ ഇതുവരെ മാറിയിട്ടില്ല, ഇന്ന ജാതിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ ഇപ്പോഴും കുറേ ആൾക്കാരുടെ മനസ്സിലെടുപ്പുണ്ട്. അപ്പോൾ ഈ താണജാടി അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർ ഒരു കാര്യം കേൾക്കണം. ഒരു പുള്ളി പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്. അപ്പം അവരാണ് ഈ താഴ്ന്ന ജാതി എന്നൊക്കെ എന്താ പറയുക ആക്ഷേപിക്കുന്ന അവരാണ് ഇന്ന് ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു സംസ്കാരം തന്നെ ഉണ്ടാക്കി എടുത്തെന്നുള്ളതിലൊക്കെ ഒരു പുള്ളി പറയുന്നുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. വാൽമീകി ദളിതനായിരുന്നു. മഹാഭാരതം എഴുതിയ 18 പുരാണങ്ങൾ എഴുതിയ വേദങ്ങളെ ഇങ്ങനെ പകുത്തുണ്ടാക്കിയ വ്യാസനുണ്ടല്ലോ, വ്യാസൻ ദളിതനായിരുന്നു. പറയ സ്ത്രീയുടെ മകനായ പരാശരൻ മുക്കുവ സ്ത്രീയായ സത്യവതിയെ വെളിമ്പറമ്പിലിട്ട് പിഴപ്പിച്ചുണ്ടാക്കിയ കുട്ടിയുടെ പേരാ വ്യാസം എന്ന് പറയുന്നത്. വെളിമ്പറമ്പിൽ വെച്ചിട്ടാ, കൃഷ്ണദ്വൈവായൻ എന്നാണ് പേര്, കറുത്ത നിറമുള്ളവൻ, ദ്വീപിൽ വെച്ചുണ്ടായവൻ. ആ വ്യാസൻ എഴുതിയതാണ് ഈ സാധനം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ആർഷഭാരത പൈതൃകത്തിൽ എന്ത് മണ്ണാകട്ടെ ബാക്കിയുള്ളതെന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങളെ അഭിമാനിക്കുന്ന പൈതൃകമുണ്ടല്ലോ, ഇത് നിങ്ങളുടേതല്ല, അത് നാട്ടിലെ ദളിതൻ ഉണ്ടാക്കിയതാണെന്ന് അംബേദ്കർ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അവർക്ക് രാമായണം ആവശ്യമുണ്ടായിരുന്നു, അവർ വാൽമീകിയെ വിളിച്ചു. അവർക്ക് മഹാഭാരതം ആവശ്യമുണ്ടായിരുന്നു, അവർ വ്യാസനെ വിളിച്ചു. അവർക്ക് ഭരണഘടന ആവശ്യമുണ്ടായിരുന്നു, അവർ എന്നെ വിളിച്ചു. എല്ലാം അവരുടേതാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇവിടെ ഉന്നത കുല ജാതി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അതാണ് എൻ്റെ ഒരു അന്ത്യാഭിലാഷം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അരപരിയുടെ വേറെ ആരെപ്പരിയുള്ള സുരേഷ് ഗോപിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഇതൊക്കെ കെട്ടിപ്പടുത്തേക്കുന്നത് ഇവരൊക്കെയാണ്. ആൻഡ് സ്റ്റിൽ തമിഴ്നാട്ടിലുള്ള ഒരു ന്യൂസ് ഉണ്ട്. അവിടെ അമ്പലത്തിൽ കയറാനെ കൊണ്ട് ഈ പറയുന്ന താഴ്ന്ന ജാടി അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഒരു ന്യൂസ് കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. വിടിപ്പുറത്ത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തുറന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആളില്ല. പ്രബല ജാതിക്കാരെ ഭയന്ന് ക്ഷേത്രത്തിലേക്കില്ലെന്നാണ് ദളിതർ പറയുന്നത്. പ്രബല ജാതിക്കാർ ആകട്ടെ ശുദ്ധികലശം നടത്താതെ ദർശനത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ്. നീതിയും ധർമ്മവും നോക്കുകുത്തിയാകുന്ന ജാതിവെറിയുടെ ഇടമായി മേൽപ്പാതി ഗ്രാമത്തിലെ ശ്രീ ധർമ്മരാജ ദ്രൗപദി അമ്മൻ ക്ഷേത്രം 2023 ജൂണിൽ ദളിതർ അകത്ത് കടന്നതിനെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെ ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടിയ ക്ഷേത്രം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വൻ സുരക്ഷയിൽ വ്യാഴാഴ്ച തുറന്നത്. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ ദർശനത്തിനായി ക്ഷേത്രം തുറന്നിടണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ആദ്യ ദിവസം 80 ദളിതർ ദർശനത്തിനെത്തിയെങ്കിലും പിന്നാക്ക വിഭാഗക്കാരും ഗ്രാമത്തിലെ പ്രബലരുമായ വണ്ണിയാർ സമുദായക്കാർ വിട്ടുനിന്നു. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്രം തുറന്നെങ്കിലും ദർശനത്തിന് ആരും എത്തിയില്ല. ദളിതർ പ്രവേശിച്ചതോടെ ക്ഷേത്രം അശുദ്ധമായെന്നും ശുദ്ധികലശം നടത്താതെ ദർശനത്തിനില്ല എന്നുമാണ് വണ്ണിയാർ വിഭാഗക്കാരുടെ അനൌദ്യോഗിക പ്രതികരണം. ആദ്യ ദിവസം ദർശനം നടത്തിയ ദളിതരെ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് പ്രബല ജാതിക്കാരായ സ്ത്രീകൾ അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. ജീവന് ഭീഷണിയുള്ളതിനാൽ ക്ഷേത്രത്തിലേക്കില്ലെന്നാണ് ദളിതരുടെ നിലപാട്. അതാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പൂക്ക് ചോദിച്ചേക്കുന്ന എൻ്റെ ഒരു എക്സ്ട്രീം വെർഷനാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് അങ്ങനെ ഒരു ജസ്റ്റ് ജാതി ചോദിച്ചല്ലോ, അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അതെന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും ഈ വേടനാണെങ്കിൽ അയ്യങ്കാളിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതോടെ ഞാൻ ഇങ്ങോട്ട് നോക്കാം. ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവം വെച്ച് വരുന്നത്? ആരാണ്? കേട്ടില്ല 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 ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവം വെച്ച് വരുന്നത്? അയ്യങ്കാളി അയ്യങ്കാളി അയ്യങ്കാളി. തീർച്ചയായിട്ടും ഈ ഒരു ജനറേഷനിലോട്ട് ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആൾക്കാരിലോട്ടൊക്കെ വളരെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ആള്, അതിന് ഏറ്റവും ഉത്തമ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വേടൻ എന്ന് പറയുന്നത്. കാര്യം ഇതൊന്നും അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഈ ജാതി ഇപ്പോഴും ചോദിച്ചെടുക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. ഈ പറഞ്ഞ അയ്യങ്കാളി ആരെന്ന് എന്താണെന്നൊക്കെ സംസാരിക്കണമല്ലോ. വേറെ അധികമാരും അങ്ങനെ സംസാരിച്ചതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ വേടനെ പോലെ ഒരാൾ വന്നിങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടും അത്രത്തോളം നമുക്ക് എന്താ പറയുക, കുറച്ച് റൊമാൻറ്റിഫിക്കേഷൻ അടുപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വേടനെ വന്ന് സംസാരിക്കുന്നത്. ഈ അയ്യങ്കാളിനെ പറ്റിയുള്ള വേറൊരു ബൈറ്റോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അയ്യങ്കാളി പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ. പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി പോലെ തന്നെയാ. ഈ പ്രമാണിമാര്, ഈ ജാതി പ്രമാണിമാര്, ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പെലപ്പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് അടിലഹളകൾ നടന്നു. അവസാനം അയ്യങ്കാളി പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക. അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല. 1.5 കൊല്ലം തരിച്ചു കിടന്നു കേട്ടോ. 1.5 കൊല്ലം തരിച്ചു കിടന്നു. അങ്ങനെയാണ് പല കുട്ടികൾ സ്കൂളിൽ കയറിയത്. അല്ലാതെ ഈ സവർണ പ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല.
അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കയറിയതാ. തിരുവനന്തപുരം മാനവീയത്താണെങ്കിൽ ഇപ്പം അയ്യങ്കാളിയുടെ ആ ഒരു ഇതൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്ന സംഭവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഇപ്പം അയ്യങ്കാളി എന്താണെന്നോ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ നിഷേധിച്ചിരുന്നു, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ നിഷേധിച്ചിരുന്നെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ പാഠപുസ്തകമൊക്കെ ഇപ്പോഴും പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സാധനങ്ങളൊന്നും തല കയറാത്ത കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും ആ ഒരു പൂക്കി ഒരു വീഡിയോ കാണാനുള്ള ചാൻസ് കുറവായിരിക്കും. കാര്യം വരുന്നില്ല, ആ ഒരു പൂക്കിക്ക് എനിക്ക് യൂട്യൂബ് ഉണ്ടെന്നോ ചാനൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ആ പൂക്കിക്ക് അറിയത്തില്ല. ഓൺലി ഇൻസ്റ്റാഗ്രാം മാത്രമേ ആ പൂക്കിക്ക് അറിയത്തുള്ളൂ തോന്നുന്നു. അപ്പോൾ എന്തിനാണെങ്കിൽ ഇനി ഞാൻ വീഡിയോയുടെ അവസാനം പറയാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതിയുടെ മതത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വർണ്ണ വിവേചനങ്ങൾ, നിറത്തിന്റെ പേരിലുള്ള ഈ അധിക്ഷേപവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, ഇത് ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ അത്താണി അല്ലെങ്കിൽ ഇതിന്റെ ബേസ് ആയിട്ട് നിൽക്കുന്ന എവിടുന്നാണെന്നറിയോ, അല്ലെങ്കിൽ എവിടുന്ന് ഇതൊക്കെ തുടങ്ങുന്നറിയോ? നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ്. എന്തിനാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കിന് ജാതി ഏത് എന്ന് പറഞ്ഞ് തെളിയിക്കാനെ കൊണ്ടൊരു കോളം എന്തിനാണ്? അതിനുശേഷം ജാതി തെളിയിക്കാനെ കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്, അതിന്റെ മാങ്ങ തേങ്ങ ചക്ക എന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് സ്കൂളുകളിൽ നിന്ന് തുടങ്ങുകയാണ്? അതിങ്ങനെ വളർന്ന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്ട്രീം വേർഷനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ പല അവിടെ ഇവിടെയായിട്ട് കണ്ട സാധനങ്ങളെല്ലാം അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ്. അപ്പം പലരും പറയുന്ന അവകാശപ്പെടുന്ന ഒരു കാര്യമായിരിക്കും, എടാ അതൊക്കെ അവർക്ക് ഈ പറയുന്ന ഗ്രാൻഡ് കൊടുക്കാനാണെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കാനാണെങ്കിൽ അവരുടെ എന്നും നിഷേധിക്കപ്പെടാതിരിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണെന്നായിരിക്കും പലരും പറയുന്നത്. എടാ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഇതൊക്കെ കൊടുക്കാനെ കൊണ്ടാണെങ്കിൽ ഓക്കെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അതിന് നമുക്കിവിടെ റേഷൻ കാർഡ്, പാൻ കാർഡ്, മറ്റേ കാർഡ്, മറിച്ചേ കാർഡ് എന്ന് പറഞ്ഞിട്ട് സകലമാന കാർഡുകളുണ്ട്. നമ്മുടെ വരുമാനം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ കാർഡും ഉണ്ട്. അത് നോക്കിയിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യണമെങ്കിൽ ചെയ്താൽ പോരെ. അതിന് ഈ ജാതി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പം പലരും പറയുമായിരിക്കും ഈ ജാതിയുടെ പേരിൽ കുറേ ആൾക്കാർക്ക് അധിക്ഷേപം കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു കോളൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യം, അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അതെന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ പറയുന്നില്ലല്ലോ. ഈ ജാതി ഇവിടെ എഴുതി കോളത്തിൽ പൂരിപ്പിക്കാൻ പറയുന്നതിൻ്റെ പേരിലല്ല ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അധിക്ഷേപം വരുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, കുറച്ച് നാളത്തേക്ക് ഈ സ്കൂളുകളിൽ നിന്നുള്ള ഈ കോളത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരു 10-30 വർഷത്തോളം ഇല്ലാണ്ടാവുക എന്നൊക്കെ വിചാരിക്കും. ഇപ്പം എന്തായാലും ഉടനെ പെട്ടെന്ന് സഡനായിട്ടൊന്നും മാറില്ല. 10-30 വർഷത്തോളം ഈ ഒരു ജാതി തെളിയിക്കുന്ന ഈ ഒരു സാധനം ഒന്നും വേണ്ട എന്നുള്ളൊരു സാധനം അങ്ങ് തീരുമാനം എടുക്കുക. ഈ ഒരു 30 വർഷത്തിന് ശേഷം എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൽ? ഈ ജാതി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പോലും പലപ്പോഴും മറന്നു പോയേക്കാം. അങ്ങനെ നടക്കൂല, പോസിബിൾ അല്ല. ഇത് എന്തായാലും നമുക്ക് പറയാമെന്നും നമ്മുടെ ആഗ്രഹം മാത്രമാണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ പറയുന്ന പഹൽഗാമിൽ നടന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നമാണെങ്കിൽ കൂടി ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിലല്ല ഈ സംഭവിച്ചേക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ, ഇന്ത്യ ഈ വിഭജനം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മതത്തിന്റെ പേരിൽ രണ്ടുപേരെ ഭിന്നിപ്പിക്കാമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയ ആ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ബുദ്ധിയുടെ പേരിലാണ് ഇന്നും അതിൻ്റെ ആഫ്രിക്കാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് നമ്മളെ തിരിച്ചടിക്കാൻ അവരുടെ അടുത്ത് പോകുന്നത്, അപ്പം നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഇവിടുത്തെ ചില ആൾക്കാർ സംസാരിക്കുന്നതായിട്ട് ഞാൻ പല വീഡിയോസിനകത്ത് കണ്ടു. ഞാൻ അതൊന്നും ഇങ്ങോട്ട് വെക്കുന്നില്ല, കാര്യം ഇതൊരു വിദ്വേഷമായി പോകും. അത് ആർക്കും അങ്ങനെ മനസ്സിൽ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കാത്തത്. സോ നമ്മളെ അടിച്ച് തിരിച്ചടിക്കാനേ വേണത് ആരാണെങ്കിലും എന്താണെങ്കിലും. അല്ലാതെ എല്ലാവരും വന്നപ്പോഴത്തേക്കും എന്നെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റേ അഹിംസയുടെ ഇത് പറഞ്ഞിട്ട് എൻ്റെ ഒരു കാരണത്ത് അടിച്ചാൽ മറ്റേ കാരണം കൂടെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള സാധനം പറഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ജാതിയുടെ മതത്തിൻ്റെ ഈ മൈരിൻ്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എന്തോ മുഞ്ചാനാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അറിയാവേലത്തോണ്ട് ചോദിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ പേരിൽ ഈ ഒരു എക്സ്ട്രീം രീതിയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ജാതി മതം ഇതൊരു തെറ്റാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുക. വിശ്വാസമായിക്കോട്ടെ, എന്തിന് ജാതി വേണം, എന്തിന് മതം വേണം? ഇപ്പോൾ പലരും പറയായിരിക്കും, ഇപ്പോൾ പലരും അവകാശപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം RSSകാരെ കുറേ എക്സ്ട്രീമിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ ഇവിടുന്ന് ഇല്ലാണ്ടാവണം എന്ന് കുറയ്ക്കാൻ അങ്ങനെ വിചാരിക്കുന്ന കുറേ എക്സ്ട്രീമിസ്റ്റ് ഉണ്ട്. അതേപോലെ മുസ്ലിങ്ങളിലെ കുറച്ച് എക്സ്ട്രീമിസ്റ്റുകളാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇല്ല എന്നല്ല, അങ്ങനെ ഉണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പറയുന്നില്ല, ഇത് നമ്മുടെ നാട്ടിലെ റിയാലിറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് വിചാരിച്ച് നോക്കുക. ഇപ്പം ഹിന്ദുക്കൾ മാത്രമാണ് ഇവിടെ വേണമെന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദുക്കൾ മാത്രം ഇവിടെ ആയിരിക്കട്ടെ, അപ്പോൾ ഇവിടെ ഈ മതത്തിൻ്റെ പേര് പ്രശ്നം ഉണ്ടാവില്ല എന്നാണോ? അപ്പം ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. ഇപ്പം മുസ്ലിങ്ങൾ മാത്രമാണെന്നുണ്ടായിക്കോട്ടെ, അതിനകത്തും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? തീവ്രമായിട്ട് വിശ്വസിക്കുന്നവരെ, തീവ്രമായിട്ട് വിശ്വസിക്കാത്തവരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ വന്നിട്ട് അങ്ങനെ എത്ര സംഭവം ഉണ്ടാകും. ഇതില്ലാത്ത പല രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനത്തെ ഈ മതമില്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ഏറ്റവും കൂടുതൽ ശാന്തി സമാധാനമായിട്ട് പോകുന്ന പല രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ മതമെന്ന് പറഞ്ഞ സാധനമില്ല. ഓക്കെ, ഇവിടെ ഈ സ്കൂളിൽ നിന്ന് തുടങ്ങുകയാണ് ജാതി ഏത്, മതം ഏത്, അമ്മൂമ്മയുടെ തേങ്ങാക്കൊല ഏതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങുകയാണ്. എന്തിനാണ് ഇതൊക്കെ? എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചാൽ പൂക്കി, എൻ്റെ പൊന്നു പൂക്കി, എൻ്റെ അടുത്ത് എനിക്ക് അത്രത്തോളം വേറെ ആര് ചോദിച്ചാലും എനിക്ക് ഇത്രയും വലിയ ഇത് തോന്നൂലായിരുന്നു. പക്ഷേ ആ ഒരു പൂക്കി, ജെൻസിയിലെ പൂക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.